ഹായ് ഫ്രണ്ട്സ്, അനുപമാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് പുനലൂരിൽ നിന്ന് ചെങ്കോട്ട എന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ പുനലൂരിൽ നിന്ന് നമ്മൾ തെങ്കാശി ബസ്സിന് കയറിയാൽ നമുക്ക് ചെങ്കോട്ടയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഇവിടെ അനുപമയുടെ താത്തയുടെയും പാട്ടിയുടെയൊക്കെ ബന്ധുക്കളെല്ലാം താമസിക്കുന്നത് ചെങ്കോട്ടയാണ്. അപ്പോൾ അവിടെ ഒരു ദിവസത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു യാത്ര പോയി. അപ്പോൾ പോകുന്ന വഴിയാണ് 13 കണ്ണറ പാലവും സത്യം പറഞ്ഞാൽ ആ തെന്മല ആര്യങ്കാവ് ഇങ്ങനെയുള്ള ഭാഗത്തുള്ള ആ ഒരു മലയുടെ വ്യൂ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മനോഹരമാണ്. ഈ കാണുന്നതാണ് 13 കണ്ണറ പാലം. അപ്പോൾ ഈ ഒരു സൈഡിലെല്ലാം നല്ലപോലെ ആറാണ്, കല്ലടയാറ് ഈ ഒരു സൈഡിൽ കൂടെ പോവുകയാണ്. ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ഈ 13 കണ്ണറ പാലം. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വൈബാണ്. നമ്മൾ ഈ വാഗമണ്ണൊക്കെ പോകുന്നത് പോലെ തന്നെയാണ് ഈ റൂട്ട്. ഒരു സൈഡ് നല്ല മലനിരകളും ഭംഗിയുള്ള അരുവികളും നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഫോറസ്റ്റിലൂടെയുള്ളൊരു യാത്രയാണ്. നമുക്ക് ഭയങ്കര വൈബാണ്. നല്ല കിട്ടുന്ന ശുദ്ധവായുവും ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഇട്ട് മനോഹരമായൊരു യാത്രയാണ് ഈ റൂട്ടെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം ബസ്സിന് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ചെങ്കോട്ട എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലയാണ്. സൂപ്പറാണ്. നമുക്ക് ബസ്സിലിരുന്ന് യാത്ര ചെയ്ത് പോകാനായിട്ട് ഒരു കുളിർമയുള്ള അന്തരീക്ഷമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 8-10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ചെങ്കോട്ടയിലേക്ക് പോകുന്നത്. അപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് യാത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള വിഷമങ്ങളൊന്നും യാത്ര എത്തുന്നില്ല. കാരണം കാണാനുള്ള അത്ഭുതകരമായ കാഴ്ചകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് ബോർഡർ പുളിയറ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ സൂപ്പർ വൈബാണ്. പിന്നെ എല്ലാം പാടങ്ങളാണ്, കൃഷി ചെയ്യുന്ന നല്ല നെൽപ്പാടങ്ങളും മഞ്ഞും തണുപ്പും വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ ഒന്നും വളരെ ഭംഗിയാണ്. നമുക്ക് വലിയ ചൂടോ പ്രശ്നങ്ങളോ ഒന്നും ഇപ്പോൾ ഉള്ള സമയങ്ങളിൽ അവിടെ ഇല്ല. അപ്പോൾ അവിടെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ചെങ്കോട്ട എന്ന സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കുറ്റാലത്തിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അതും എല്ലാവരും കാണണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു വൈബുള്ള കാഴ്ചയാണ്. യാത്രകളൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. തമിഴ്നാട്ടിലുള്ള വ്യൂ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അവിടെ നെൽപ്പാടങ്ങളാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അങ്ങ് ഭാഗത്തായിട്ട് കേരളത്തിൻ്റെ ബോർഡറാണ് ആ മല. അത് സഹ്യപർവ്വതമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ മഞ്ഞുമൂടി കിടക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ആ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെങ്കോട്ട എത്തിച്ചേർന്ന് അവിടെ ഒരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിലൂടെ പോകുമ്പോഴാണ് നമുക്ക് പിന്നെ മാമന്മാരുടെയൊക്കെ വീട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ആ സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയായിരുന്നു. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥലമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി കണ്ടുപിടിക്കാൻ. കാര്യമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ ഭാഗത്തായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ താത്ത പാട്ടി എല്ലാം കണ്ടുമുട്ടി. അനുഭവം കണ്ടുമുട്ടി. അപ്പോൾ ഞങ്ങളെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ഭയങ്കര രസമാണ് അവിടെ ചെന്നാൾ കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ അവർക്ക് ആതിഥേയത്വം ഭയങ്കരമാണ്. നമ്മൾ പുതുതായിട്ട് ആൾക്കാരവിടെ എത്തിച്ചേരുമ്പോൾ നമുക്ക് സ്വീറ്റ്സ് തരുന്നു. നമ്മളെ എന്ത് വേണേലും അവർക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിപ്പിക്കും. ഭയങ്കര രസമാണ്. ഭയങ്കര ഒരു വൈബാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു തമിഴ് കൾച്ചറല്ലേ, നല്ല രസമാണ്. അപ്പോൾ വൃത്തിയായിട്ട് വീടെല്ലാം ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അലങ്കരിച്ച് വെച്ചു. അപ്പോൾ അവർക്ക് അവിടെ പൊങ്കലാണ്. നാളെ അവിടെ പൊങ്കലാണ്. നമ്മൾ പൊങ്കലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തലേന്നൊന്ന് പോകാമെന്ന് വെച്ചത്. എല്ലാവരും ഒന്ന് കാണാമെന്ന് വെച്ചപ്പോൾ അകത്തൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. രാവിലെ അപ്പോൾ അവിടെ കിളികളും നല്ല ലവ് ബേഡ്സ് 2 എണ്ണത്തിനെ കണ്ടു. അതിനകത്ത് വെച്ചിരിക്കുന്ന കണ്ടു. ഭയങ്കര രസം. ഇവർ തമിഴ്നാട് കൾച്ചർ എന്ന് പറഞ്ഞ് രാവിലെ എണീച്ച് കുളിച്ചു, മുറ്റത്ത് കോലമൊക്കെ വരച്ചു. അപ്പോൾ വളരെ വൃത്തിയായിട്ടാണ് നാളെ പൊങ്കലായിട്ടുള്ള അത്യാവശ്യമുള്ള വിളക്കുകളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പരിസരം എല്ലാം ക്ലീനാണ്. നല്ല രസമാണ്. അപ്പോൾ അവിടെ രാത്രിയിലാണ് ഭയങ്കര ആഘോഷങ്ങളെല്ലാം. അപ്പം പൊങ്കലിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പും കൂടി അവിടെ പാത്രങ്ങളും എല്ലാം ക്ലീനാക്കി വെച്ച് കഴിഞ്ഞു. പിന്നെ അവിടെ വീടിൻ്റെ അപ്പുറ ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ വയലാണ്. നല്ല വയലാണ്. നമുക്ക് അപ്പുറത്ത് നിന്ന് ആ വീടിനോട് കാണാൻ പറ്റുന്നത് വയലിൻ്റെ കാഴ്ചകളാണ്. ഭയങ്കര രസമാണ്. അവിടുത്തെ ആ തണുത്ത കാറ്റ് നമുക്ക് ഇങ്ങനെ അടിച്ച് അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കാണാനൊക്കെ.
അവിടെ നിന്ന് കാഴ്ച സത്യം പറയാം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കാനായിട്ട് പറ്റും. നല്ല വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. ഏക്കർ കണക്കിന് അവിടെ എന്ന് പറഞ്ഞാൽ ഈ പൊന്നി എന്ന് പറഞ്ഞൊരു സൈസ് അരിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഞങ്ങൾ ചോദിച്ചായിരുന്നു, നമ്മുടെ കേരളത്തിൻ്റെ അരിയല്ല, അവിടെ പൊന്നി എന്ന് പറയുന്ന അരി. അത് സൂപ്പർ ചോറാണത് കഴിക്കാൻ. ദഹനം പെട്ടെന്നുണ്ടാവും, അതുപോലെ തന്നെ വേവ് അധികം കുറവാണ്. വളരെ മനോഹരം. അപ്പം തമിഴ്നാടെന്നൊക്കെ പറയുന്നത് ഇപ്പം പണ്ടത്തെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് ആ ടോപ്പ് വ്യൂ എന്നൊക്കെ പറയുന്നത്. വളരെ മനോഹരമാണ് കാണാനായിട്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകം പണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളും തട്ടടിച്ച വീടുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഇഷ്ടം പോലെ വീടുകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു വ്യൂ ഒരു ഭയങ്കരമാണ് കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല എപ്പോഴും നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ടോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഷീറ്റൊക്കെ ഇട്ട് മറിച്ച് അവർക്ക് പ്രത്യേക അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന കൊതുമ്പൊക്കെയാണ് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ഇതുപയോഗിച്ച് അവർ പൊങ്കാലയൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് വ്യൂ ഭയങ്കരമാണ് കാണാൻ. അടിപൊളി വ്യൂ ആണ് ടോപ്പിൽ നിന്ന് നോക്കിയാൽ. അതും ഇതുപോലെ നെൽപ്പാടങ്ങളാണ്. നമുക്ക് താഴെ നിന്ന് നോക്കുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് നല്ല കാറ്റാണ് എപ്പോഴും കേട്ടോ. തമിഴ്നാട് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ല, എപ്പോഴും കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കിയപ്പോഴാണ് ആ തൊട്ട് മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിന് നിറയെ കുരുവിയുടെ ചെറിയ ചെറിയ ഇഷ്ടംപോലെ കൂടുകളിങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്നു. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് അതുപോലെ ഒരു കൂട് അടുത്ത് കാണുന്നത്. അതിങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആ ഒരു തെങ്ങിൽ തന്നെ ഒരു 10-20ഓളം കൂടുകളിങ്ങനെ ഒലഞ്ഞാലി കുരുവി, തൂക്കണാംകുരുവി ഇങ്ങനെ കൂട് വെച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിരുന്നു അത് കാണാൻ. അത് അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ ചെന്നപ്പോൾ പിന്നെ അനുപമയുടെ താത്തയും പാട്ടിയൊക്കെ അതെടുത്ത് കാണിച്ചു. പിന്നെ അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു തരുമോ നമുക്കത് 2 ലെയറായിട്ടാണ് ആ കൂടൊന്ന് ഒരെണ്ണം താഴെ വീണ് പോയി. അപ്പോൾ അത് അതാണ് എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ 2 ലെയറായിട്ടാണ് ആ കൂടുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് കുഞ്ഞും മുട്ടയൊക്കെ സേഫായിട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് ബ്ലാങ്കായിട്ട് ഇടും. കാരണം എന്ന് പറഞ്ഞാൽ വല്ല ചേരയോ പാമ്പോ എന്തെങ്കിലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞിനെ കാണാനായിട്ട് പറ്റത്തില്ല. ചേരയ്ക്ക് കയറി കഴിഞ്ഞാൽ പാമ്പിനോ കയറി കഴിഞ്ഞാൽ കുഞ്ഞിനെ കിട്ടില്ല. അവിടെ 2 ലെയറാണ് ആ ഡ്രോ എന്ന് പറയുന്നത്, അത് ആ കൂടെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത് നോക്കും. കിളികളുടെ എത്ര നാളത്തെ അധ്വാനമാണ് ആ ഒരു കൂടെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് കൊണ്ടുപോകാൻ രസമല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ താത്തയും പാട്ടി എല്ലാവരുമാണ്. അവിടെ മാമന് ഞങ്ങളുടെ പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ മയച്ചൻ്റെ മാമന്മാരുടെ മക്കളാണ് ഇതെല്ലാവരും. അവരുടെ മക്കളും എല്ലാവരുമാണ് കാണുന്നത്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നമുക്ക് ആഹാരം കഴിപ്പിക്കാൻ ഒരു പ്രത്യേക റെസ്പെക്റ്റാണ് അവർക്ക് എല്ലാവരോടും. അപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് കുറ്റാലത്ത് കൊണ്ടുപോയി കാണിക്കാൻ ഇന്ന് പോകണ്ടെന്നൊക്കെ ഒരുപാട് പറഞ്ഞപ്പോൾ പുറത്തും അടുപ്പും നല്ല വൃത്തിയുള്ളതാണ്. അവിടെ എല്ലാ ഭാഗങ്ങളും അവർ കെയർ ചെയ്യുന്നത് വൃത്തിയായിട്ടാണ്. അപ്പോൾ ഇതാണ് ചേട്ടനനിയന്മാർ 3 പേരാണ് അവർക്കുള്ളത് മക്കളായിട്ട്. അവരുടെ എല്ലാ വീടുകളെല്ലാം അടുത്തടുത്താണ്. അവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് ആഘോഷമായിട്ട് ജീവിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്നും മലയാളം തമിഴ് അത്ര കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അറിയാമേത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും വീഡിയോ പിടിച്ച കാരണം എപ്പോഴായാലും കാണാമല്ലോ. ഉച്ചയായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചെന്നപ്പോൾ ഒരു ഊണൊക്കെ റെഡിയാക്കി തന്നു. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കയ്യിൽ ഒഴിച്ച് തരും. ആ വെള്ളം ഇലയെല്ലാം തൂത്ത് വൃത്തിയാക്കണം. അതിനുശേഷം നമുക്ക് പൊന്നിയരിയുടെ നല്ല ചോറായിരുന്നു കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ചോറ്. അതിനകത്ത് നല്ല രസം, മല്ലിയിലയിട്ട രസം, പപ്പടം, കൊണ്ടാട്ടം, അച്ചാർ, പിന്നെ സോയാബീൻ്റെ കറി, ഇഷ്ടം പോലെ സാധനങ്ങൾ. പിന്നെ പുളിക്കുഴമ്പെന്ന് പറയുന്ന എന്തോ ഒരു കറി, നല്ല രസമാണ്. ടേസ്റ്റ് എന്ന് പറയാൻ അപാരം കേട്ടോ. നമുക്കിവിടെ ഇതൊക്കെ കഴിച്ചിട്ട് ചെല്ലുന്നുണ്ടായിരിക്കാം ആ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. ഇഷ്ടം പോലെ നമുക്ക് കഴിപ്പിക്കുന്നതിനൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ട് അവിടെ നിന്ന് കളിക്കുകയാണ്. ഇവരൊക്കെ എല്ലാവരുടെയും പേരിനെല്ലാം മുരുകൻ്റെ പേരുമായിട്ട് ചായയുള്ള പേരുകളാണ് എല്ലാവർക്കും ഇടുന്നത്. ശക്തിവേൽ, പിന്നെ വൈശാഖവേൽ അല്ലേ, പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി എല്ലാം മുരുകനുമായിട്ട് സംബന്ധിക്കുന്ന പേരുകളാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ടിരിക്കുന്നത്. അവർക്ക് പക്ഷേ നമ്മൾ മലയാളം പറയുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവില്ല. എങ്കിലും കുറേ നേരമായിട്ട് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല അടുപ്പമായിരുന്നു. നമ്മളതൊക്കെ പോയി കണ്ടു. പിന്നെ അതിന് ശേഷം നമുക്ക് കുറ്റാലത്ത് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മളവിടെ നിന്ന് പോയി കുറ്റാലം കൊണ്ടുപോയി കാണിച്ചു. അതൊരടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വന്നപ്പോൾ പിന്നെ ഒന്ന് പോകണ്ടെന്ന് പറയുക, നാളെ പൊങ്കൽ കഴിഞ്ഞ് പോകാമെന്നൊക്കെ ഞങ്ങളോട് പറയുകയാണ്. പക്ഷെ നമുക്ക് കുഞ്ഞിന് പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട്, മക്കൾക്ക് പരീക്ഷ ഉള്ളതുകൊണ്ട് വന്നേ പറ്റൂ. അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട്. സത്യം ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. വളരെ എത്ര സ്നേഹമായിരുന്നു. അപ്പോൾ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്തത് കുറ്റാലം വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.